ഋതുമോളെ, എന്താ അമ്മായി? ഞാനേ ഋതുമോളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ അമ്മായി? നിങ്ങൾ ഇതുവരെ മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ പ്രോപ്പറായിട്ട്. ക്ഷേത്രത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടല്ലേ ഉള്ളൂ? അതെ അമ്മായി. ആ, എനിക്കറിയായിരുന്നു. എന്റെ ഋതുമോളുടെ വിവാഹം കഴിഞ്ഞാ അത് രജിസ്റ്റർ ചെയ്യണം. ദേ, അമ്മായി അതിനുള്ള ഫോം കൊണ്ടുവന്നിട്ടുണ്ട്. ഋതുമോളും രാജുവും ദേ ഇതിലൊന്ന് ഒപ്പിട്ട് തന്നാ ബാക്കി കാര്യങ്ങളൊക്കെ അമ്മായി നോക്കിക്കോളാം. എന്താ അമ്മായിക്ക് ഇങ്ങനൊരു പെരുമാറ്റമെന്ന് ഋതുമോള് ചിന്തിക്കുന്നുണ്ടെന്ന് അമ്മായിക്ക് അറിയാം. ഋതുമോളുടെ മനസ്സിലെ രാജുവാണെന്ന് അമ്മായിക്കറിയാം. ഋതുമോൾക്ക് ഒരിക്കലും ദീപകിനെ അംഗീകരിക്കാനാവില്ലെന്ന് കുറച്ച് സമയമെടുത്തെങ്കിലും എനിക്കത് മനസ്സിലായി. നാളെ നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് അവൻ മുന്നിൽ വന്ന് നിൽക്കരുത്. ഈ മാരേജ് രജിസ്ട്രേഷൻ നടന്നിട്ടില്ലെന്നറിഞ്ഞ ദീപക് പറയില്ലേ ഈ വിവാഹം നടന്നതായിട്ട് അംഗീകരിക്കാൻ പറ്റില്ലെന്ന്. പിന്നെ പ്രതാപൻ എങ്ങാനോ അത് ഏറ്റുപിടിച്ചാലുണ്ടല്ലോ, രാജുവിനൊപ്പം നിനക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ ഒപ്പിടാം അമ്മായി. ആ, ദാ ആപ്ലിക്കേഷൻ. ഒപ്പിടുമോളെ ഇവിടെ. രാജു വന്നല്ലോ. ഇനി രാജു ഒപ്പിടട്ടെ. എന്താ മേഡം ഇത്? അത് രാജു, നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള ആപ്ലിക്കേഷനാണ്. നമ്മുടെ മാരേജ് രജിസ്റ്റർ ആയിട്ടില്ലെന്നറിഞ്ഞ അച്ഛൻ പ്രശ്നം ഉണ്ടാക്കുന്ന അമ്മായി പറയുന്നു. ആ ആപ്ലിക്കേഷൻ ഒന്ന് തന്നേ മേഡം. ഈ മാരേജ് ആപ്ലിക്കേഷൻ ഫോമില് 2 പേജല്ലേ ഉള്ളൂ. ഇതെന്താ ഒരു അഡീഷണൽ പേജ്? അയ്യോ, അതെങ്ങനെ എനിക്കറിയാം രാജു. ഞാൻ ഫോം വാങ്ങി നിങ്ങൾക്ക് കൊണ്ടുവന്നു. അല്ലാതെ ഇതിനെത്ര പേജുണ്ട്, ഇതിന്റെ ബാക്കി നിയമവശങ്ങൾ എന്താന്നൊക്കെ വക്കീലിനെ അറിയൂ. എനിക്കിതൊന്നും അറിയില്ല. ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ മേഡം? മാഡം വിഷമിക്കണ്ട, എനിക്ക് ഇതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. ഋതിക മാഡം, നമുക്ക് വിവാഹേ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാന്നേ. എന്തിനാ വെറുതെ ഈ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്ത് അംബിക മാഡത്തിനെ രജിസ്റ്റർ ഓഫീസിൽ കയറ്റുന്നേ? ആ മാഡം ചെല്ല്, ഇത് ഞാൻ നോക്കിക്കോളാം. അല്ല, ആപ്ലിക്കേഷൻ അതെന്തായാലും സൈൻ ചെയ്ത പേപ്പറല്ലേ, ഇതെന്റെ കയ്യിൽ ഇരിക്കട്ടെ.